Welcome to the third module of the Principles of Management. Today in this section, we will be discussing about the concept of organizing, its significance, and the steps in the process of organizing. Let us look into the term organizing. The term organization is derived from the word organism, which means the structure of the body divided into parts. Organization in an enterprise means the integration and the coordination of individual efforts to achieve the specific goals of the business enterprise. It is a second function of management. It is a process that initiates the implementation of plans. It can be defined as organizing is a process of defining and grouping the activities of the entire process and establishing the authority and responsibility relationship among them. ഓർഗനൈസേഷൻ എന്ന പദം ഉത്ഭവിച്ചത് ഓർഗാനിസം എന്ന വാക്കിൽ നിന്നാണ്. അതായത് ശരീരത്തിൻ്റെ ഘടനയെ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഒരു എൻ്റർപ്രൈസിലെ ഓർഗനൈസേഷൻ എന്നാൽ ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള വ്യക്തിഗത ശ്രമങ്ങളുടെ സംയോജനവും ഏകോപനവുമാണ്. അതായത് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ സ്പെസിഫിക് ഗോൾസ് കൈവരിക്കാൻ വേണ്ടി എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും എഫേർട്സിൻ്റെ ഒരു ഇൻ്റഗ്രേഷനും കോർഡിനേഷനുമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ പ്ലാനിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ പ്ലാൻസ് നടപ്പാക്കാൻ തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. Let us look into the significance or the importance of organizing. The first one is benefits of specialization. Organization leads to a systematic allocation of jobs among the employees. The division of work into smaller jobs reduces the workload and enhances productivity, and repetitive performance leads to specialization due to more experience. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് സ്പെഷ്യലൈസേഷൻ്റെ പ്രയോജനങ്ങൾ. ഓർഗനൈസേഷനിൽ ജീവനക്കാരുടെ ഇടയിൽ വളരെ സിസ്റ്റമാറ്റിക്കായി ജോലികൾ അലോക്കേറ്റ് ചെയ്യുന്നു, അതായത് വിഭജനം ചെയ്യുന്നു. ചെറിയ ജോലികളായി വിഭജിക്കുന്നതിലൂടെ ജോലിഭാരം കുറയ്ക്കാനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയുന്നു. ആവർത്തിച്ചിട്ടുള്ള ജോലി കാരണം കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാകുകയും അത് സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. ഓർഗനൈസിങ് ഹെൽപ്സ് ഇൻ ഡിഫൈനിങ് ഓൾ ദ ജോബ്സ് ആൻഡ് ഓൾസോ clarifying the limits of authority and responsibility of each job. In other words, it creates a scalar chain. Hence, it removes all the ambiguity, confusion among the employees about his authority and responsibility. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വർക്കിംഗ് റിലേഷൻഷിപ്പിലുള്ള ക്ലാരിറ്റി, വ്യക്തത. ഓർഗനൈസിങ്ങിൽ എല്ലാ ജോലികളും നിർവചിച്ചിരിക്കുന്നു, അതായത് ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോ ജോലിയുടെ അധികാരത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും പരിധികൾ വ്യക്തമാക്കുന്നതിന് ഓർഗനൈസിങ് സഹായിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഓർഗനൈസേഷനിലെ ഹയറാർക്കിയുടെ സ്കെയിലർ ചെയിൻ സൃഷ്ടിക്കുന്നു. അതിനാൽ ഇത് ഓരോരുത്തരുടെ അധികാരത്തെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ജീവനക്കാരുടെ ഇടയിലുള്ള അവ്യക്തത അല്ലെങ്കിൽ ആശയക്കുഴപ്പം നീക്കം ചെയ്യുന്നു. The third one is about the optimum utilization of resources. The organization leads to the optimum utilization of all the natural resources, financial resources and human resources in an organization. The proper assignment of jobs avoids duplication of work and minimises the wastage of resources. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് റിസോഴ്സസിൻ്റെ ഓപ്റ്റിമം യൂസാണ്. എല്ലാ റിസോഴ്സസും ഫിനാൻഷ്യൽ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സ് എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഒരു ഓർഗനൈസേഷൻ സഹായിക്കുന്നു. അതോടൊപ്പം ജോലികളുടെ ശരിയായ നിയമനം ജോലികളുടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുകയും റിസോഴ്സസ് പാഴാകുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. Fourth one, adaptation to changes.
The process of organization is flexible, which allows a business enterprise to adapt itself to changes in the business environment. It also provides stability to the organization. മാറ്റങ്ങളോടുള്ള പൊരുത്തപ്പെടൽ. ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് വളരെ ഫ്ലെക്സിബിളാണ്. അത് ബിസിനസ്സിൻ്റെ അന്തരീക്ഷത്തിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെ അനുവദിക്കുന്നു. അതോടൊപ്പം ഓർഗനൈസേഷന് സ്ഥിരത നൽകുന്നു. ഫിഫ്ത്ത് വൺ അബൌട്ട് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. It provides a clear description of jobs and related duties and helps in the proper execution of work. The clarity of work results in effective administration. അതായത് ഇത് ജോലികളെയും കടമകളെയും കുറിച്ച് വ്യക്തമായ വിവരണം നൽകുകയും ജോലി കൃത്യമായി നിർവഹിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജോലിയുടെ വ്യക്തത അത് ഫലപ്രദമായ അഡ്മിനിസ്ട്രേഷന് കാരണമാകുന്നു. Sixth one about the development of personnel. A well-defined organization structure encourages initiative and relative thinking on the part of the employees. The effective delegation enables a manager to use his time on high priority areas and provides an opportunity to innovate thereby. അതായത് ഉദ്യോഗസ്ഥരുടെ വികസനം നന്നായി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേറ്റീവും അതുപോലെ തന്നെ റാഷണൽ തിങ്കിങ്ങും പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ഫലപ്രദമായ ഡെലിഗേഷൻ ഒരു മാനേജർക്ക് മുൻഗണനയുള്ള മേഖലകളിൽ സമയം കൂടുതൽ ചെലവഴിക്കാൻ പ്രാപ്തമാക്കുകയും അതുവഴി ഇന്നോവേഷന് അല്ലെങ്കിൽ നവീകരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. Seventh one is about the expansion and growth. Organization helps in the growth and diversification of an enterprise. It allows a firm to add more job positions, departments, new geographical territories, and even diversify their products, thereby increases the customer database, sales and profit. ഏഴാമത്തെ പോയിന്റ് പറയുന്നത് വിപുലീകരണവും വളർച്ചയും. ഒരു എൻ്റർപ്രൈസിൻ്റെ വളർച്ചയ്ക്കും ഡൈവേഴ്സിഫിക്കേഷനും അതായത് വൈവിധ്യവൽക്കരണത്തിനും ഒരു ഓർഗനൈസേഷൻ സഹായിക്കുന്നു. കൂടുതൽ ജോബ് പൊസിഷനുകൾ, പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ പുതിയ ജിയോഗ്രാഫിക്കൽ ടെറിട്ടറീസായി ചേർക്കുന്നതും അവരുടെ പ്രൊഡക്ട്സ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനും ഇതൊരു സ്ഥാപനത്തെ അനുവദിക്കുന്നു. അതുവഴി കസ്റ്റമർ ഡേറ്റാബേസ്, സെയിൽസ്, ലാഭം എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. Next, let us discuss about the steps involved in the process of organizing. There are 4 steps involved in the process of organizing, namely identification and division of work, departmentalization, assignment of duties, and establishing reporting relationship. The first step is identification and division of work. The first step in the process of organizing involves identification and dividing the work to be done in accordance with the predetermined plan. The work is to be divided into managerial activities so that the duplication can be avoided and the burden of work can be shared among the employees. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ജോലിയുടെ തിരിച്ചറിയലും വിഭജനവും. ഓർഗനൈസിംഗ് പ്രോസസ്സിൻ്റെ ആദ്യഘട്ടത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാൻസിന് അനുസൃതമായി ചെയ്യേണ്ട ജോലികൾ തിരിച്ചറിയുകയും വിഭജിക്കുകയും ചെയ്യുന്നു. വർക്കിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുവാനും ജോലിയുടെ ഭാരം ജീവനക്കാരുടെ ഇടയിൽ പങ്കിടുവാനും കഴിയുന്ന രീതിയിൽ ജോലിയെ മാനേജറിയൽ ആക്ടിവിറ്റീസായി ഡിവൈഡ് ചെയ്യണം. The second step is about departmentalization. Once the work is divided into small activities, similar and related jobs are grouped together. This grouping is called departmentalization. Example, departments on the basis of territory may be North Zone, South Zone, etc. Departments on the basis of products may be textiles, കോസ്മെറ്റിക്സ്, ഈറ്റബിൾസ്, എക്സെട്ര. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റലൈസേഷനാണ്. ജോലിയെ
ചെറിയ പ്രവർത്തനങ്ങളായി വിഭജിച്ചു കഴിഞ്ഞാൽ സമാനവും അനുബന്ധവുമായ ജോലികൾ, അതായത് സിമിലറും റിലേറ്റഡ് ജോബ്സിനെ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പിങ്ങിനെയാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ടെറിട്ടറിയെ ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് നോർത്ത് സൗത്ത് എന്ന് തിരിക്കുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്ത് തുണിത്തരങ്ങൾ, കോസ്മെറ്റിക്സ്, ഈറ്റബിൾസ് എങ്ങനെ തിരിക്കുന്നു. The third step is assignment of duties. Once the departments are formed, individual department heads are appointed for each department and employees are placed under him. Jobs are then allocated to the members among the departments based on the skill and the knowledge. നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ്സ് രൂപീകരിച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുകളെ നിയമിക്കുകയും ജീവനക്കാരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിയമിക്കുകയും ചെയ്യുന്നു. ജോലിയോടുള്ള നോളജിൻ്റെയും സ്കില്ലിൻ്റെയും അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇടയിലുള്ള അംഗങ്ങൾക്ക് ജോലികൾ അലോക്കേറ്റ് ചെയ്യുന്നു. The fourth step is about establishing reporting relationship. Each employee should know from whom he has to take orders and to whom he is accountable. The establishment of such clear relationship helps to create an organization structure and also better coordination among the various departments. നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക. ഓരോ ജോലിക്കാരനും ആരിൽ നിന്നാണ് ഓർഡറുകൾ സ്വീകരിക്കേണ്ടതെന്നും ആർക്കാണ് അവൻ അക്കൗണ്ടബിൾ ആകേണ്ടതെന്നും തിരിച്ചറിഞ്ഞിരിക്കണം. അത്തരം വ്യക്തമായ ബന്ധം ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ സൃഷ്ടിക്കുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിൽ മികച്ച ഏകോപനത്തിന്, അതായത് നല്ല കോർഡിനേഷന് സഹായിക്കുന്നു.